പലപ്പോഴും വിചാരിക്കും ഓരോ യാത്ര പോകുമ്പോഴും കാണുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഫോണിൽ പകർത്തണമെന്ന്. പക്ഷേ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഫോണും ഫോട്ടോയും അതൊക്കെ അങ്ങോട്ട് മറക്കും. പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒട്ടും പ്ലാനിങ് ഇല്ലാതെയാണ് ഓരോ സ്ഥലത്തും പോകാറ്. അതുകൊണ്ട് തന്നെ ഒട്ടും എക്സ്പെക്റ്റേഷൻസും ഉണ്ടാവാറില്ല. പക്ഷേ ഓരോ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും മിനിമം ഒരു മനുഷ്യനെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ചിലരുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മളെ മനസ്സിലിടം പിടിക്കുന്നവർ. അങ്ങനെ ഒരു യാത്രയായിരുന്നു ആനക്കാമ്പയിലേക്കുള്ള യാത്ര. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ മലയാളം പഠിപ്പിച്ച ടീച്ചർ വന്ന് ടീച്ചറെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സിറ്റിയിലായതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ടീച്ചറെ നാട്ടിലെ വിശേഷങ്ങൾ കേട്ട് കേട്ട് ആ സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. സ്ഥലം ഏതാ ചോദിച്ചപ്പോൾ ആനക്കാമ്പൊയിലും കക്കാടംപൊയിലാണെന്നാണ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത്. മിസ്സിന്റെ വിവരണം കേട്ട് അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം കൂടി. മിസ്സ് പറയുകയും ചെയ്ത് അവിടെ ഒരു ദിവസം കൊണ്ടുപോകാന്ന്. പക്ഷെ പിന്നീടാ മനസ്സിലായത് മിസ്സ് പറ്റിക്കുകയായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ ഓരും സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വണ്ടിക്ക് ലൈസൻസും കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ടും നേരെ ആനക്കാമ്പൊയിലേക്ക് വിട്ട്. മുക്കം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം അറിയാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. പിന്നെ അവരെ കൂടെ യാത്ര. അങ്ങനെ നേരെ അവരെ കൂടെ ആനക്കാമ്പൊയിലേക്ക് വിട്ടു. സമയത്തിന്റെ പരിമിതി മൂലം ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 4ാം ക്ലാസ് മുതലുള്ള എൻ്റെ ആഗ്രഹം ഡിഗ്രി കഴിഞ്ഞ് സാധിച്ചെടുത്തതിൻ്റെ എല്ലാവിധ സന്തോഷവും എനിക്ക്